Good morning. Today going to talk about types of sales promotion. Marketing management 14th unit ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് types of sales promotion. അതിന് ഫസ്റ്റ് ടൈപ്പ് ആണ് പുഷ് മാർക്കറ്റിംഗ്. ഇൻ പുഷ് സെയിൽസ് സ്ട്രാറ്റജി ദ മാനുഫാക്ചർ പുഷ് ദ പ്രൊഡക്റ്റ് നമ്മൾ സപ്ലൈ ചെയ്യും ടു ദ കസ്റ്റമേഴ്സ്. പുഷ് ചെയ്യാണ്, നമ്മളെ കൊണ്ട് പുഷ് ചെയ്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതാണ് പുഷ് മാർക്കറ്റിംഗ്. ഇൻസെൻറ്റീവ്സ് ആർ ഗിവൺ ടു മിഡിൽ മാൻ to increase motivation so that they recommended to convince the final customer to buy the പ്രൊഡക്റ്റ്. അതായത് മിഡിൽ മാൻമാരാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, കൺവിൻസ് ചെയ്ത് പ്രൊഡക്റ്റ് നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കുക എന്നുള്ളതാണ് പുഷ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രീമിയം കൊടുക്കും, ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും, ബൈ ബാക്ക് ഗ്യാരണ്ടി കൊടുക്കും, സ്റ്റോക്ക് ഓൺ ക്രെഡിറ്റ് കൊടുക്കും, കടത്തിന് കൊടുക്കും, അതുപോലെ തിരിച്ചു കൊടുക്കുക, ബൈ ബാക്ക് ഗ്യാരണ്ടി കൊടുക്കും, ബോണസ് കൊടുക്കും, സെയിൽസ് ടീമിന് ബോണസ് കൊടുക്കും, റെഫറൽ സിസ്റ്റം നമ്മൾ റെഫർ ചെയ്യും ആരെങ്കിലും, അലവൻസസ്, ഫ്രീ ട്രയൽ, കോൺടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും, സ്പെഷ്യാലിറ്റി ഐറ്റംസ്, ഡിസ്കൗണ്ട് ഡിസ്പ്ലേ. അപ്പോൾ ദ സ്ട്രാറ്റജി നോട്ട് ഓൺലി ബെനിഫിറ്റ് സ്മോൾ റീറ്റെയിലേഴ്സ് ബട്ട് ഓൾസോ എൻഷുർ ദ പ്രൊഡക്റ്റ് ബിസിനസ് ഫോർ ബിഗ് മാർക്കറ്റ്. ബിഗ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഇത്. ദ കമ്പനീസ് കൺവിൻസ് ദ intermediaries, trade channels and distribution to push the product to the final consumer through promotion and personal selling. പ്രൊമോഷൻസും പേഴ്സണൽ സെല്ലിങ്ങും വഴി ഫൈനൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഈ പുഷ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ പുഷ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ പലതരത്തിൽ ചെയ്യും. മാനുഫാക്ചർ പ്രൊമോട്ട് ദ പ്രൊഡക്റ്റ് ഹോൾസെയിലേഴ്സിന് കൊടുക്കും, ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിനെ പ്രൊമോട്ട് ചെയ്യും, റീറ്റെയിലേഴ്സ് കൺസ്യൂമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യും. അതാണ് പുഷ് മാർക്കറ്റിംഗ് എന്ന്. നെക്സ്റ്റ് വരുന്നത് പുൾ മാർക്കറ്റിംഗ്. പുൾ മാർക്കറ്റിംഗ് ഫോക്കസ് ഓൺ പ്രൊമോഷൻ എഫേർട്സ് ഓൺ എൻഡ് കൺസ്യൂമർ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. എൻഡ് കൺസ്യൂമറിലേക്കാണ് നമ്മൾ മാനുഫാക്ചേഴ്സ് നേരിട്ട് കൺസ്യൂമേഴ്സിലേക്കാണ് നമ്മൾ പ്രൊമോഷൻ എഫേർട്ടുകൾ എടുക്കുന്നത്. ഇതിൽ മെയിനായിട്ട് എ പുൾ സ്ട്രാറ്റജി റിക്വയർസ് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഫോർ അഡ്വർടൈസ്മെൻറ്റിന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദ മാർക്കറ്റ് സ്പെൻഡ് എ ഹ്യൂജ് എമൗണ്ട് ഓൺ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ബ്രാൻഡ് അവയർനെസ്. ബ്രാൻഡ് അവയർനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റർ ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പുൾ മാർക്കറ്റിംഗ് ബെസ്റ്റ് വെൻ ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ നോട്ട് റെഡി ടു പ്രൊമോട്ട് ഓർ റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ്. ഇവർ റെക്കമെൻഡ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക ചെയ്യാത്ത പ്രൊഡക്റ്റുകൾ, സാധാരണഗതിയിൽ പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആകുമ്പോൾ കമ്പനി എന്ത് ചെയ്യില്ല, അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കേസുകളിലാണ് ഇവർ ഹെവി അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യിക്കുന്ന പാർട്ടീസിനെ, അത് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ദ കമ്പനി അഡ്വർടൈസ് പ്രൊഡക്റ്റ് ടു അട്രാക്ട് ദ ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ബ്രിങ് കൺസ്യൂമർ ടു സെയിൽ പോയിൻ്റ് ഓഫ് പർച്ചേസ്. ആ പോയിൻ്റ് ഓഫ് പർച്ചേസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി ഹെവി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു. പുള്ളിങ് ദ കൺസ്യൂമേഴ്സ് ഫോർ മാർക്കറ്റിംഗ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് പുൾ സ്ട്രാറ്റജി ടു കൺവിൻസ് കസ്റ്റമർ ടു ട്രൈ ഔട്ട് ദ ന്യൂ പ്രൊഡക്റ്റ്. കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്, നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൺവിൻസ് ചെയ്യിക്കുകയാണ്. അട്രാക്ട് ദ കസ്റ്റമേഴ്സ് ടുവാർഡ്സ് ദെയർ പ്രൊഡക്റ്റ്, അത് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക. ഫോഴ്സിങ് ദ കൺസ്യൂമേഴ്സ് ടു റിജക്റ്റ് ദ കോമ്പറ്റീവ് പ്രൊഡക്റ്റ്. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് റിജക്റ്റ് ചെയ്യാനായിട്ട് അവരെ ഫോഴ്സ് ചെയ്യുക. അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റുകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് നടക്കുക. ക്രിയേറ്റിംഗ് കസ്റ്റമർ ലോയൽറ്റി ആൻഡ് ബിൽഡിംഗ് സ്ട്രോങ് കസ്റ്റമർ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിക്കണം. അതിനുവേണ്ടി ചെയ്യുന്ന പുൾ മാർക്കറ്റിംഗ് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ സാമ്പിള്, സെയിൽസ് കൂപ്പൺ, റീഫണ്ട്, റിബേറ്റ്, സെയിൽസ് പ്രീമിയം കൊടുക്കുക, അഡ്വർടൈസിങ് സ്പെഷ്യാലിറ്റീസ്, ലോയൽറ്റി പ്രോഗ്രാംസ് ഫോർ കസ്റ്റമേഴ്സ്, പാട്രണേജ് റിവാർഡ്സ് ഫോർ കൺസ്യൂമേഴ്സ്, ദെൻ കോൺടെസ്റ്റ്, സ്വീപ് സ്റ്റേക്സ്, പോയിൻ്റ് ഓഫ് പർച്ചേസ്. സ്വീപ്സ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരം തന്നെയാണ്. മത്സരം പോലെ നമ്മൾ അതിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരാൾക്ക് അതിന് പ്രൈസൊക്കെ കിട്ടുക, അങ്ങനെയുള്ള കുറേ കോൺടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി കോമ്പിനേഷൻ ഓഫ് പുൾ ആൻഡ് പുഷ്. നമ്മൾ മിക്കപ്പോഴും പുൾ ആൻഡ് പുഷ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുക. പുഷും അതുപോലെ തന്നെ പുൾ സ്ട്രാറ്റജി നമ്മൾ സാധാരണഗതിയിൽ ഫോളോ ചെയ്യാറുണ്ട്. ഇനി ചൂസിങ് റൈറ്റ് ടൈപ്പ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി. ഇനി പ്രൊമോഷൻ സ്ട്രാറ്റജി ഏത് വേണം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ടൈപ്പ് ഓഫ് പ്രൊമോഷൻ ഏതാണെന്ന് നോക്കുക, ബെസ്റ്റ് സ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ മീഡിയ ചാനൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ഡ്യൂറേഷൻ, എപ്പോഴാണത് കൊടുക്കേണ്ടത്. ടെസ്റ്റിംഗ് സെയിൽസ് പ്രൊമോഷൻ, ലിറ്റിൽ ചങ്ക് ഓഫ് കസ്റ്റമേഴ്സ്, അവരുടെ കസ്റ്റമേഴ്സായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ക്ലിയർ പിക്ചർ ഓഫ് ദ പർപ്പസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ, എക്സാമിൻ ദ നമ്പർ ഓഫ് സെയിൽസ് പ്രൊമോഷൻ, ഡു നോട്ട് ഡീവിയേറ്റ് ഫ്രം ദ റൂൾ ഓഫ് സെയിൽസ് പ്രൊമോഷൻ, ഒരിക്കലും ഡീവിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. എക്സ്പെക്ട് ദ പവർ ഓഫ് വേർഡ് സെയിൽസ് ഒരിക്കലും ഡിക്രീസ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് മീഡിയ ചൂസ് ചെയ്യുമ്പോൾ സെയിൽസ് പ്രൊമോഷൻ്റെ സ്ട്രാറ്റജിയിൽ ഇതിനുള്ള സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക്